സ്നേഹം തന്നതിന് നിന്റെ ഭാര്യയ്ക്ക് നീ കൊടുത്തു കാണും കാശ്. അത് സഹിക്കാൻ പറ്റാതായിരിക്കും അവളങ്ങ് പോയത്. അമ്മാവൻ 10 രൂപയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട്. അത് നിന്നോട് സ്നേഹവും സ്വാതന്ത്ര്യമുള്ള ഉണ്ടാ. അതിനൊക്കെ നീ വിലയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ഒരു കാര്യം അമ്മാവൻ പറയാം, നിന്റെ ഭാര്യയോട് നീ ചെയ്തത് അവൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കുകയല്ല. തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ച് തിരുത്ത. യെസ്, നമ്മുടെ പുതിയ കമ്പനി സാങ്ഷൻ ചെയ്യുന്നതിന് ചില ഡോക്യുമെന്റ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയച്ച ലെറ്ററാ. എന്ത് ഡോക്യുമെന്റ്സാണ് നീ വേണ്ടത്? പ്രധാനമായും ചോദിച്ചിരിക്കുന്നത് ആ ലാൻഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാ. എന്ന് കൊടുക്കണം? ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കണമെന്നാ. കൊടുക്കാം. അപ്പോൾ എന്നത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന മേട്ടാ? ഇനി അധികം താമസിക്കേണ്ടി വരില്ല. ഈ ഡോക്യുമെന്റ്സിന്റെ നൂലാമാലകളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതെല്ലാം നമുക്ക് ശരിയാക്കാം. അതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. അധികം വൈകാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയുമെങ്കിൽ ഉടനെ തന്നെ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ് പൂർത്തിയാക്കണം. ഹൈലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളവർ മാത്രം. മറ്റൊരു കൺസിഡറേഷനും അനുവദിക്കാൻ പാടില്ല. തീർച്ചയായും അതേ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അഡ്വർട്ടൈസ് ചെയ്യണം. ഓ, ന്യൂസ് പേപ്പറിലും നമ്മുടെ വെബ്സൈറ്റിലും. എത്രയും പെട്ടെന്ന് കൊടുക്കണം. കൊടുക്കാം. എങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ശരിയാക്കി എന്നെ ഒന്ന് കാണിക്കണം. ആ രാമേട്ടാ, മിനിമം 30 lakhs ഇന്ന് തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. പുതിയ കമ്പനിയുടെ അക്കൗണ്ടിൽ ചെയ്യാം. എന്താ എങ്കിൽ? ആകെ പ്രശ്നമായല്ലോ മോനെ. എന്താ? കണിച്ചേരിയിലും ആറാട്ടോളത്തും ഇരിക്കുന്ന നമ്മുടെ കമ്പനികൾ രണ്ടും ലിക്വിഡേഷൻ സ്റ്റേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലീഗലായിട്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ? ലീഗലായിട്ട് ശരിയാവാത്ത കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് ശരിയാക്കണം. അതല്ലേ നമ്മുടെ ശൈലി. പിന്നെന്തിനാ അങ്കിൾ നിങ്ങനൊരു ടെൻഷൻ? അല്ല മോനെ, അതിപ്പോ നോ. ലിക്വിഡേഷന്റെ പേരും പറഞ്ഞ് നമ്മുടെ കമ്പനിയുടെ പടിവാതിൽക്കൽ ഒരുത്തിനെത്തില്ല. ഡാഡി സമ്പാദിച്ചതൊന്നും അങ്ങനെ അന്യാധീനപ്പെട്ടു പോകാൻ ബില്ല് അനുവദിക്കില്ല. എന്താ അവിടെ കാണാൻ മാത്രം ഇത്ര കാഴ്ച? വല്ലാതെ ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടാ. അതിന് തൽക്കാലം ഒരു പ്രതിവിധി.
എന്താ ഇതുപോലുള്ള പുസ്തകങ്ങളല്ലേ ഇപ്പൊ വായിക്കേണ്ടത്? ഗർഭകാലത്ത് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമല്ലേ ഇപ്പോ. ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്ക. ഇതൊന്നും വായിക്കാനുള്ള ഒരു മൂഡിലല്ല ഗ്രീഷ്മേ ഞാൻ. ഇതെങ്ങനെ മൂഡ് വരുമ്പോ വായിക്കാനുള്ള പുസ്തകമൊന്നുമല്ല. കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ അങ്ങ് അറിഞ്ഞോട്ടെ എന്ന് വെച്ചു. പിന്നെ ദൈവങ്ങ് തിരിച്ചെത്തുന്നവരെ ഞാനും ഇവിടെ ഇല്ലാത്തപ്പോ ബോറടിക്കാതെ ഇരിക്കാലോ. ദേവുവിന്റെ ടെസ്റ്റ് എന്തായി കാണുമെന്തോ. അവൾക്കത് എളുപ്പമായിരുന്നാ മതി. എളുപ്പമാവാതെ? അവളുടെ തലയിലെ നമ്മുടേതുപോലെ കളിമണ്ണൊന്നുമല്ല. ഞാനും പഠിക്കാൻ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ ഒക്കെ വിധിയല്ലേ ഗ്രീഷ്മേ. എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയി. അതെ, തമാശ പറഞ്ഞ സീരിയസ് ആക്കല്ലേ. ഇതൊന്നും കല്യാണിയുടെ വിധിയല്ല, ചതിയാ. അയാളുടെ ചതി. അതിനു മുമ്പിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. പോയാ അത് കണ്ട് അയാൾ സന്തോഷിക്കും. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. എനിക്ക് അച്ഛന്റെ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ വിഷമം. പാവം വല്ലാത്ത വിഷമത്തില്ല. അതിന്റെ കൂടെ ദാ ഇപ്പൊ ഈ യാത്രയും. ശരിക്കും പറഞ്ഞ സുഖുവേട്ടനായിരുന്നു ദേവുവിന്റെ കൂടെ പോയി ഉത്തരവാദിത്തത്തോടെ ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നത്. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലപ്പോ മാഷനിങ്ങനെ ദൂരദേശത്ത് പോയി അലയണമെന്നൊരു യോഗം ഉണ്ടാവും. അങ്ങനെ ഓരോരോ യോഗങ്ങള് ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മളെല്ലാവരും ശാരദാമ്മ അടുക്കളയിൽ തകർത്ത് പൊടിക്കാൻ തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ വരാം. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ തക്കത്തിന് ഇവിടെ വൻ കലാപരിപാടിയല്ലേ? മോള് വന്നോ? എന്താ ഇത്ര വൈകിയേ? ഞാൻ വന്നിട്ട് കുറച്ചേരായി. കല്യാണിയുടെ അടുത്തുണ്ടായിരുന്നു. ആണോ? ഉം. എവിടെ പോയതായിരുന്നു മോള്? ശാരദാമ്മയുടെ ചോദ്യം കേട്ടാ തോന്നും ഞാൻ ഇവിടെ സുഖവാസത്തിന് വന്നതാണെന്ന്. ചെയ്തു തീർക്കാനേ ഒരു ഭയങ്കരൻ പ്രോജക്റ്റ് ഉണ്ട് എനിക്ക്. അതിന്റെ കാര്യത്തിന് വേണ്ടി ടെക്നോ വേൾഡിലൊന്ന് പോയി, പിന്നെ ബുക്ക് സ്റ്റോളിൽ ഇടയ്ക്കൊന്ന് പാളി, കല്യാണിക്ക് വേണ്ടി കുറച്ച് ബുക്സ് കളക്ട് ചെയ്തു. എന്ത് ബുക്സ്? അവക്കിപ്പോ എന്ത് ബുക്സ് ആവശ്യം? മനസ്സിലായില്ലേ? ഗർഭകാല സംരക്ഷണത്തിനെ കുറിച്ചുള്ള കുറച്ച് ബുക്സ്. ഓ, ഈ പുസ്തകത്തിലൊക്കെ പറയുന്നത് വായിച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല നാട്ടുവൈദ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അവരൊക്കെ പറയുന്നത് പോലെ ചെയ്താ അതിനുള്ള ഫലവും കിട്ടുമായിരുന്നു. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശാരദാമ്മേ. അതുകൊണ്ടാ കുറച്ച് ബുക്സ് വാങ്ങാന്ന് വിചാരിച്ചേ. പിന്നെ ശാരദാമ്മയുടെ എക്സ്പീരിയൻസോടെയുള്ള ട്രീറ്റ്മെന്റ് കൂടി ആവുമ്പോ സംഗതി ക്ലീൻ. സത്യം പറഞ്ഞ ഒരു ശുദ്ധ പാവാ നമ്മുടെ കല്യാണി, അല്ലേ ശാരദാമ്മേ? അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ആലോചിക്കുന്നേ, ഈ പാവത്തിനെ എങ്ങനെ തള്ളിപ്പറയാൻ? അതിനുള്ളത് അവൻ ഈശ്വരൻ കൊടുക്കും. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. സത്യം പറഞ്ഞ ഒരു ശുദ്ധ പാവാ നമ്മുടെ കല്യാണി, അല്ലേ ശാരദാമ്മേ? അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ആലോചിക്കുന്നേ, ഈ പാവത്തിനെ എങ്ങനെ തള്ളിപ്പറയാൻ? അതിനുള്ളത് അവൻ ഈശ്വരൻ കൊടുക്കും. അത്രയും കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അവൻ എന്റെ മോളെ. ഒരു ഉറുമ്പിനെ പോലും നോയിക്കാൻ മനസ്സ് വരാത്തതാ എന്റെ മോൾക്ക്. ആ പാവത്തിനെ അവൻ. എന്നാലും കല്യാണിയുടെ മനസ്സിൽ അയാളോട് അത്രയ്ക്ക് വലിയ ശത്രുതയൊന്നുമില്ല. നമ്മളെ കേൾപ്പിക്കാൻ അതാണ് ഇതാണെന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അവൾക്കെപ്പോഴും അയാളോട് സ്നേഹം തന്നെയാ. അവളോട് കൂടുതൽ അടുക്കുംതോറും എനിക്കങ്ങനെയാ തോന്നണേ. അതെ, അതാണല്ലോ അവൻ എന്ത് ചെയ്തിട്ടും അതെല്ലാം സഹിച്ച് അവൾ ഇത്രയും നാളും കഴിഞ്ഞുകൂടിയത്. ഇപ്പൊ തീരെ നിവർത്തിയില്ലാഞ്ഞിട്ടല്ലേ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ താനല്ല വേറെ ആരോ ആണെന്ന് പറയാ. ലോകത്തെ ഏത് പെണ്ണ അതൊക്കെ സഹിക്കുക? അതും അവൻ മാത്രോ? അവന്റെ പക്ഷം പിടിച്ച് ആ വീട്ടുകാർ മുഴുവനും തിരിഞ്ഞില്ല എന്റെ മോൾക്കെതിരായിട്ട്. ശാരദാമ്മ വിഷമിക്കാതെ. ചിലപ്പോ ഇതെല്ലാം നല്ലതിനാവും. എല്ലാം കലങ്ങി തെളിഞ്ഞു വരുമ്പോ ഇപ്പോഴത്തെ ഈ സങ്കടങ്ങളൊക്കെ ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നും. ഇതിന്റെയൊക്കെ 1000 മടങ്ങ് സന്തോഷവും സമാധാനവും ഒക്കെയാവും അന്നുണ്ടാവുക. അങ്ങനെ വിശ്വസിച്ചുകൂടെ?
ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ, നഷ്ടപ്പെട്ട എന്റെ മോളുടെ ജീവിതം ഒന്ന് തിരിച്ചു കിട്ടാൻ. കിട്ടും ശാരദാമ്മേ. കല്യാണി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാവർക്കും ബോധ്യമാവുന്നൊരു ദിവസം വരും, എനിക്ക് ഉറപ്പാ. അല്ല, ഡൽഹിയിലേക്ക് പോയവരൊന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. ഇടയ്ക്ക് എവിടുന്നെങ്കിലും ഒന്ന് വിളിക്കായിരുന്നല്ലോ അവർക്ക്. അവിടെ ചെന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചാവും. ഞാനിപ്പോ വരാം. ഇത്രയും വലിയ വീട്ടിലാണോ ശിവേട്ടൻ താമസിക്കുന്നത്? നീ വാ. ശിവേട്ടന്റെ ഒരു ഭാഗ്യം. ഞങ്ങള് ശിവന്റെ അമ്മയല്ലേ? അതെ, ഇതവന്റെ പെങ്ങളാ. എന്താ മോളുടെ പേര്? ശോഭ. ഞങ്ങള് ശിവനെ ഒന്ന് കാണാൻ വന്നതാ. ശിവൻ പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. വരൂ, അകത്തേക്കിരിക്കാം. ആ വരട്ടെ. അങ്ങനെ അകത്തേക്കിരുത്തി സൽക്കരിക്കാൻ ആരാ ഇവര്? എന്താ മോളെ ഇത്? ഇത് ശിവന്റെ അമ്മയും പെങ്ങളുവാ. അത് മനസ്സിലായി. ശിവനെ കാണാനായിരുന്നെങ്കിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വിടുവായിരുന്നു. അങ്ങനെയുള്ള കൂടിക്കാഴ്ചയൊക്കെ മതി. മോളെ, മമ്മി വെറുതെ ഒച്ച വയ്ക്കണ്ട. നീ എന്താ ഈ പറയുന്നേ? എവിടുന്നോ വലിഞ്ഞേറി വന്നവരൊന്നുമല്ല ഇവര്. നിന്റെ ഭർത്താവിന്റെ അമ്മയും പെങ്ങളുവാ. അത് മറന്ന് സംസാരിക്കരുത്. അത് നന്നായി അറിയാവുന്നുണ്ടാ ഈ സംസാരിക്കുന്നെ. അമ്മയും പെങ്ങളും ഒക്കെ അവിടെ വീട്ടില് മതി, ഇവിടെ വേണ്ട. ആലീസേ, വേണ്ട. ഇനി ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. ഞങ്ങള് പോയേക്കാം. വാ മോളെ. നിക്കൂ. നിങ്ങൾ അങ്ങനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വരാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക്. അതൊന്നും ആര് വിചാരിച്ചാലും ഇല്ലാതാവില്ല. അങ്ങനെ ഒരു അവകാശത്തിന്റെ പേരില് വന്നൊന്നും അല്ല ഞങ്ങള്. ശിവേട്ടനെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ എന്ത് അവകാശം നിങ്ങൾക്കുള്ളത്? അങ്ങനെ വല്ല ധാരണ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ശിവൻ എന്നൊരു ഭർത്താവിന് മതി എനിക്ക്. അല്ലാതെ ആ വഴിക്കൊരു അമ്മായി അമ്മയും നാത്തൂന് എനിക്ക് ആവശ്യമില്ല. ഇവരെന്താ ഇവിടെ? എന്താ, ഇവർക്ക് ഇവിടെ വരാൻ പാടില്ലേ? അത് തന്നെയാ ചോദിച്ച്. വരാൻ പാടില്ലാത്തവൻ എന്തിനാ ഇവിടെ വന്നതെന്ന്. ഓ, ഇനി നീയായിരിക്കും തുടങ്ങാൻ പോന്നത്. ഒരാളുടെ വക ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. മമ്മി എന്ത് കണ്ടിട്ടാ ഇവരുടെ പക്ഷം പിടിച്ച് ഈ സംസാരിക്കുന്നേ? നിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട്. അതെ, നിന്റെ ഈ നിൽക്കുന്ന പെങ്ങടെ ഭർത്താവാ ശിവൻ. ആ ശിവന്റെ അമ്മയും പെങ്ങളും ആയി നിൽക്കുന്നേ. അത് നീയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോന്നായി അടുപ്പിക്കുക അവൻ എനിക്കെതിരായിട്ട്. ആദ്യം മമ്മിയുടെ മനസ്സ് മാറ്റി. ഇപ്പൊ സ്വന്തക്കാരെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു കയറ്റി ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അനുവദിക്കില്ല ഞാൻ. നിങ്ങളുടെ മകൻ എന്റെ പെങ്ങളോട് ചെയ്തൊരു ചതി, അതിന്റെ പേരിൽ മരിച്ചുപോയി ഞങ്ങളുടെ ഡാഡിയും ഞങ്ങളും ഒക്കെ അനുഭവിച്ച വേദന, അതൊന്നും അത്ര പെട്ടെന്ന് തീരില്ല. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാ. ശിവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്വം അവൻ ചെയ്തു കഴിഞ്ഞു. പിന്നെന്തിനാ ആ പേരും പറഞ്ഞ് ഇവരോടിങ്ങനെ പെരുമാറുന്നത്? അവൻ പ്രായശ്ചിത്തം ചെയ്ത കണക്കൊന്നും പറയണ്ട. സ്വമനസാല ചെയ്തൊന്നുമല്ലല്ലോ, ചെയ്യിപ്പിച്ചെടുത്തല്ലേ ഞാൻ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട്, അതെല്ലാം തീർക്കും ഞാൻ. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. അവൻ പ്രായശ്ചിത്തം ചെയ്ത കണക്കൊന്നും പറയണ്ട. സ്വമനസാല ചെയ്തൊന്നുമല്ലല്ലോ, ചെയ്യിപ്പിച്ചെടുത്തല്ലേ ഞാൻ. അങ്ങനെ കണക്കുകൾ ഒരുപാടുണ്ട്, അതെല്ലാം തീർക്കും ഞാൻ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇനി മോനെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അവകാശം സ്ഥാപിച്ചെടുക്കാൻ ഇനി ആരും ഇങ്ങോട്ട് വന്നേക്കരുത്. തെറ്റ് എന്റെ മോന്റെ ഭാഗത്ത് തന്നെയാ. പക്ഷേ അവൻ എത്ര തെറ്റുകാരനായാലും അവന്റെ അമ്മയാ ഞാൻ. വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ. പക്ഷേ
എന്റെ മോൻ അവനെ ഉപദ്രവിക്കരുത്. ശിവേട്ടൻ വരുമ്പോ പറയണം ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്ന്. ഇനി ഒരിക്കലും ഇവിടെ വരില്ലെന്നും. ഇത്രയും അഹങ്കാരം പാടില്ലായിരുന്നു മോളെ. ഇത് കുറച്ചു കൂടിപ്പോയി. കരഞ്ഞുകൊണ്ടാ അമ്മയും മോളെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഈ ശാപമൊക്കെ എവിടെ കൊണ്ടുപോയി തീർക്കും? അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം ശാപമുണ്ട് ഈ കുടുംബത്തിന്. മമ്മി കിടന്നിങ്ങനെ ബഹളം വെക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല ഇപ്പൊ ഇവിടെ. ഒന്നും ഉണ്ടായില്ലേ? പിന്നെ എന്തായിരുന്നു ആങ്ങളെയും പെങ്ങളും കൂടി ഇത്രയും നേരം ആ പാവങ്ങളോട് ചെയ്തോണ്ടിരുന്നത്? വലിയൊരു കൊടുമ്പാതകമൊന്നും ചെയ്തില്ലല്ലോ. അവരിവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതവരെ പറഞ്ഞു മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. അതിനവരിവിടെ പൊറുക്കാൻ വന്നോന്നല്ലല്ലോ. ശിവനെ കാണാനല്ലേ വന്നത്. കണ്ടു കഴിഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്യും. അല്ലാതെ നീയും വില്യം പറയുന്ന പോലെ ഇവിടെ കയറി എന്തെങ്കിലും അവകാശം സ്ഥാപിച്ചെടുക്കാൻ വന്നാന്ന് എനിക്ക് തോന്നിയില്ല. ആ മമ്മിക്ക് തോന്നില്ല. വില്യം പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ശിവ മമ്മി ഒരുപാടങ്ങ് മാറ്റിയെടുത്തു. അതല്ലേ മമ്മി ഇപ്പൊ അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നേ. ആരും മാറ്റിയിട്ടോ മറിച്ചിട്ടോ ഒന്നുമല്ല. അവരുടെ ഭാഗത്താ ശരിയെന്ന് തോന്നി. അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും മക്കളാണല്ലോ എന്ന് കരുതി ന്യായീകരിക്കാൻ ഇനി മമ്മിയെ കിട്ടില്ല. നിന്റെ ഡാഡിയും ഞാനും അങ്ങനെ ചെയ്തോണ്ടാ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എങ്ങനെയായിപ്പോയത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷെ പറയുന്നത് ആരോടാണെന്നെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ശിവന്റെ അമ്മ നിനക്കും അമ്മ തന്നെയാ. അത് മറന്നാ നീ അവരെ ഇറക്കി വിട്ടത്. അവരുടെ വീട്ടിൽ ചെല്ലുന്ന എനിക്കാ ഈ അവസ്ഥ ഉണ്ടായതെങ്കിലോ? അതെങ്കിലും നിനക്കൊന്ന് ഓർക്കായിരുന്നില്ലേ? അങ്ങനെ എല്ലാം ഓർത്തൊന്നും ജീവിക്കാൻ പറ്റില്ല മമ്മി. എനിക്ക് എന്റേതായ രീതിയിലേ ജീവിക്കാൻ പറ്റൂ. നിന്റെ ഈ പ്രായത്തില് മമ്മിക്കും തോന്നിയിരുന്നു ഇതുപോലെയൊക്കെ. അങ്ങനെ കുറെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ അതൊക്കെ തെറ്റായിപ്പോയെന്ന് മമ്മിക്കിപ്പൊ തോന്നാ. അത് നീ പറയുന്നത് പോലെ ശിവൻ പറഞ്ഞു തോന്നിപ്പിച്ചതല്ല. അനുഭവങ്ങളാ മമ്മി അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. മമ്മിക്ക് പറ്റിയ തെറ്റുകൾ മോളും ആവർത്തിക്കാതിരിക്കാനാ മമ്മി ഈ പറയുന്നത്. എത്രയൊക്കെ ആയാലും നീ ഒരുത്തന്റെ ഭാര്യ, അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നോളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് വരും. അന്ന് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ നിന്റെ ഈ സ്വഭാവം ഇന്നേ മാറ്റണം മോളെ. എന്റെ സ്വഭാവം മാറ്റാൻ മമ്മി ഇത്ര കഷ്ടപ്പെട്ട് ശ്രമിക്കണ്ട. ശിവനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നാ അന്ന് അവസാനിപ്പിക്കും ഞാൻ ഈ ജീവിതം. മനസ്സിലായോ മമ്മിക്ക്?